അമ്മയും അച്ഛനെയും പോലും കഴുത്തറക്കാൻ കൈവിറക്കാത്ത തലച്ചോറിൽ കോശങ്ങൾക്ക് പകരം ക്രോധം മയക്കുമരുന്നിൽ നിറച്ച അന്തക മക്കളെ നിത്യേനെന്നോണം കാണുന്ന മരവിപ്പിൽ ആ വാർത്ത കണ്ടപ്പോൾ ഞെട്ടലുണ്ടായില്ല, സത്യമാണ്. പക്ഷേ ചോരയും മാംസവും ചിതറിച്ച ആ വാർത്താവികാസത്തിൽ നമ്മൾ കാണുകയാണ് 6 മണിക്കൂറിൽ 24 കിലോമീറ്റർ ചുറ്റളവിൽ 3 വീടുകളിലായി 5 മനുഷ്യരെ അടിച്ചടിച്ച് കൊന്നൊടുക്കിയ ഒരു ഫ്രീ ഫയർ ഗെയിം കണക്കെ ഒരുത്തന്റെ പൈശാചിക പാതകയാത്ര. അല്ലെങ്കിൽ തന്നെ അർബുദ പടർച്ചയിൽ റേഡിയേഷൻ ചികിത്സയിൽ ആകെ ദുർബലപ്പെട്ട അമ്മയെ ഷാളിൽ കറക്കി താഴെ തറയിലടിച്ച് തുടങ്ങിയതാണ് ആ കൊലവെറി. കൊലച്ചോറ് പോലെ വാങ്ങിയ കുഴിമന്തിക്ക് പിന്നെ ചിരിക്കാൻ മാത്രം അറിയുന്ന ഒരു തുടുത്ത കവിൾ 13-കാരൻ കൂടപ്പിറപ്പ്, ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയ ഒരു പാവം പെൺകുട്ടി, വല്യച്ഛൻ, വയോധിക. ഒരു പകൽപ്പാതി അത്രയും അവൻ കൊന്നൊടുക്കിയത് കൂടത്തിന് നെടുന്നെറ്റിക്കടിച്ചാണ്. ആ ചിതറിയ തലയോട്ടികൾ പറയുന്നുണ്ട് ബ്രൂട്ടാലിറ്റിയുടെ പരമാവധി. ഇഷ്ടഭക്ഷണം പാഴ്സലായി വാങ്ങി കൊതിയോടെ വീട്ടിലെത്തി അത് കഴിക്കും മുന്നേ അനിയന്റെ നേർക്ക് എങ്ങനെ നിന്റെ കൈ പൊങ്ങിയടാ മുടിഞ്ഞവനെ എന്നൊക്കെ ചോദ്യങ്ങൾ തൊണ്ടയിൽ തടയുന്നെങ്കിലും നെഞ്ചിലൊരു ഞെട്ടലല്ല, നിസ്സംഗമാണ്, മരവിച്ചിരിപ്പാണ് മനസാക്ഷി. മക്കളെന്ന പേരിൽ പെറ്റവയറിന്റെ കൊലവള്ളി അറക്കുന്ന അസുരവിത്തുകൾ, പിഞ്ചുകുഞ്ഞിനേട് താഴത്തിലെറിയുന്ന രക്തബന്ധുക്കൾ, കൂട്ടുകാരന്റെ മുഖം കക്കൂസിൽ മുക്കി കൊലക്കി കൊടുക്കുന്ന സഹപാഠികൾ, പുക്കളിൽ കോമ്പസിട്ട് കുത്തിക്കറക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ, കണ്ടു മടുത്തു, ഇനി വയ്യ.